അങ്ങനെ നാട്ടിൽ നിന്ന് മക്കളമ്മ വരുന്നുണ്ടോ. വൈഫിനൊരു സർപ്രൈസാ, അവൾക്കറിയില്ല. അവളോട് കൊണ്ടുവരാനാ പറഞ്ഞേക്കണ അടുത്ത ആഴ്ച. അപ്പൊ ടിക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുക. അലിസ്റ്റന്റെ അമ്മ വന്നത് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് പോകും. അബുദാബിയിലെ വരുന്നത്. അപ്പൊ ആ ഒരു സന്തോഷത്തിലായിരിക്കണം. ഇവിടെ ഒറ്റയ്ക്ക് പോയി ഇവിടെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. നട്ടപ്പടിയാണ് കേസിൽ കാര്യം ഇവിടെ പ്രസവിക്കുന്നുണ്ടെങ്കിലും മക്കളവളുടെ കൂടെ വരില്ല. അപ്പൊ അതോട് റിസ്ക് എടുക്കാന്നില്ല. അമ്മേനെ ഏൽപ്പിച്ചു. അമ്മ രണ്ടുപേരെ കൊണ്ട് അബുദാബി എത്തിയുണ്ട്. അവൾക്കൊരു സർപ്രൈസ് ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ടൊരു സർപ്രൈസ്. അതേപോലെ തന്നെ അവരിവിടെ എത്തി കഴിയുമ്പോ അവർക്കും ഉണ്ടൊരു സർപ്രൈസ്. ഇന്ന് ഫുള്ള് സർപ്രൈസാണ്. സർപ്രൈസിന്റെ കളി ഇവിടെ. അപ്പൊ പോവാണ്. ഇവിടെ നിന്ന് എത്ര മണി? 1 മണി. ഫ്ലൈറ്റ് നാട്ടിൽ നിന്ന് 9 മണിക്കായിരുന്നു. എയർ അറേബ്യ ആയിരുന്നു ഫ്ലൈറ്റ്. പക്ഷെ 3 മണിക്കൂർ ഡിലേ. 9 മണി 12 മണിയായി. ഇവിടെ എത്തുമ്പോൾ എന്തായാലും 2 മണി 2:30 ആവും. ഞാൻ 1 മണിക്കൂർ ഇറങ്ങിയുള്ളൂ. ഇനി അബുദാബി എത്തുമ്പോൾ എന്തായാലും ഏകദേശം ഒരു 2 മണി 2:15 ആവും മിക്കവാറും. പിള്ളേരെന്തായാലും ഉറക്കായിരിക്കും. അപ്പൊ അവര് വന്നു കഴിഞ്ഞ് നേരം വെളുത്ത് ഉറങ്ങിയിരിക്കുമ്പോ പപ്പയുടെ വിട കൂടെ ഉറങ്ങുമ്പോഴേ നടക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. ദണ്ണയുടെ ഒക്കെ അവസ്ഥ എന്താണെന്ന് കണ്ടറിയണം. എന്താ നമ്മളിവിടെ കിടക്കുമോ? ഇവന്മാരുടെ ഉറക്കത്തിന് എനിക്ക് ചിലപ്പോൾ കിടക്കില്ല. ഇച്ചിരി പാടായിരിക്കും. നോക്കാം നമുക്ക് എന്താവുന്ന്. ഭയങ്കര ചൂട്, വേർത്തിരി പരിവഹിക്കണേ. 1 മണിക്ക് ഇറങ്ങിയിട്ട് കറക്റ്റ് 2:30 ഇവിടെ എത്തി. അവർ എയർപോർട്ടിൽ നിന്ന് അറിയില്ല. ഇതുവരെ കോളൊന്നും വന്നല്ല കേട്ടോ. ചെക്കന്മാർ ചിലപ്പോൾ നല്ല ഉറക്കുറങ്ങി. ഈ സമയത്ത് ഉറങ്ങണ സമയമാണ്. കണ്ണുറന്നിരിക്കാൻ ഒരു വഴിയില്ല. എന്തായി നോക്കട്ടെ. അവള് നല്ല ഉറക്കാം. അവൾക്കതൊന്നും അറിയാൻ പാടില്ല. സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ്ട്. പിള്ളേരെ എനിച്ചിരിക്കുകയാണെങ്കിൽ സൂപ്പറായനെ. എനിക്ക് പോയി ഹഗ് ചെയ്ത് ചിലപ്പോൾ വരില്ല. കള്ളന്മാരാണ്. നോക്കാം നമുക്ക് എന്താവും. കറക്റ്റ് 1 മണിക്ക് ഇറങ്ങി 2:30 എത്തിയിട്ടോ. അവരെത്തിയില്ല. കോളൊന്നും വന്നല്ല ഇതുവരെ. ചെക്കന്മാരെ നല്ല ഉറക്കമായിരിക്കും. അമ്മ നല്ല ഉറക്കാം. അവളെ ഇനി പിള്ളേര് വന്നത് നമുക്ക് അറിയാൻ പാടില്ല. അലിസന്റെ അമ്മ ഒരുമിച്ചിരിക്കണേ. നോക്കട്ടെ എന്താവുന്നു. അവന്മാര് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ കെട്ടിപ്പിടിക്കാനൊന്നും പറ്റുന്നതല്ല. അവന്മാരെ അറിയില്ല. ഉറങ്ങി എണീറ്റിട്ടുള്ളെങ്കിലും പണിയാ. എന്തായാലും ഞാൻ വേറെ എക്സൈറ്റ്മെന്റില്ല. ചെക്കന്മാർക്ക് തന്നെ ഓർമ്മ നോക്കട്ടെ. പോവാൻ ഫ്ലൈറ്റ് ലാൻഡായിരുന്നു. 1 2 3 4 കൊച്ചി 2 ലാൻഡായിട്ടുണ്ടല്ലോ അല്ലേ? അല്ലേ? യെസ്. അമ്മ വിളിച്ചൊന്നുമില്ലല്ലോ. വൈഫൈ ഉള്ള കണക്ടർ അല്ലേ? ദൈവമേ, ചെക്കന്മാർ ഉറങ്ങിയേക്കല്ലേ. കണ്ണുറഞ്ഞിരിക്കണേ രണ്ടാളും. ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ. എൻ്റെ അടുത്ത് കിടത്തി ഞാൻ. ഡോണിനെ ഞാൻ എൻ്റെ കഷത്തിൽ അമ്മയ്ക്ക് വെക്കും ഞാൻ. ഏതപ്പിന്നെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉറക്കത്തിലായാലും അമ്മാമ്മയുടെ കൂടെ പോകുള്ളൂ. കള്ളൻ. ശരിക്കും പറഞ്ഞാൽ അബുദാബി വരുമ്പോൾ കുറച്ച് സീനാണ്. അന്നൊരു വരവ് വരെ കൊണ്ടാക്കാൻ വന്നിട്ട് 300 റംസ ഫൈൻ വന്നു. ഇന്ന് എത്ര ഫൈൻ വന്ന് നാളെ അറിയാം. ഫൈനാണ് ഏറ്റവും വലിയ ചോറ്. ഇങ്ങോട്ട് വരെ ഇഷ്ടമുള്ളതിന് കാരണം അതിന് ടെൻഷൻ വേറെ ഉണ്ട്. വയസ്സ് 2 പേരും കണ്ടിട്ടില്ല തന്നെ. അവിടെ നിന്ന് നോക്കുള്ളൂ. ഉറങ്ങിയിട്ടില്ല രണ്ടാളും. ഡണ്ണേ പെട്ടി മാറിയിരിക്കില്ല. ബാഗ് ആരടുത്ത് അമ്മ പറ്റേ? അമ്മ പറഞ്ഞ അതാണെന്ന് പറഞ്ഞു. ഞാൻ അത് വെട്ടറെ കൊണ്ട് ഇടിച്ചതാ. എന്റെ ആവശ്യമില്ലായിരുന്നു. ഞാൻ അവിടെ എല്ലാം പോയിട്ട് എടുക്കാൻ അച്ഛൻ്റെ ഇറങ്ങിന്റെ വേണ്ട. അച്ഛനെ അറിയില്ലല്ലോ എന്ത് ചെയ്യും. അച്ഛനെ അറിയാൻ പാടില്ല. രണ്ടാമത്
അതൊന്നും പോയി വരില്ല. ജീപ്പ് വേണോ? ബ്ലൂ ജീപ്പ് വേണോ? ബ്ലൂ ജീപ്പ് വേണോ? ഉമ്മടി അമ്മ പോയിട്ട് ബാഗ് കൊച്ചിനെയും കൂട്ടിക്കോ. കൊച്ചിനെയും കൊണ്ടുപോ. വേഗം തീരും. സെവൻത്തിലേക്ക് ചെല്ലാം. വെണ്ണയിനകത്ത് എറിയാൻ പോവാ. എന്നാ അച്ഛനാണോ പണ്ടേ? ചെവിക്കാരമാന്റെ ചെവി പാടിപ്പോ ആദ്യത്തിലുള്ള രണ്ടുപേരും ഉറങ്ങിയിട്ടില്ല. ഗൈസ് നല്ല പണി കിട്ടി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പപ്പ ഹാൻഡ് ബാഗ് ആരും മാറിയെടുത്തു. ആ ചേട്ടനാണെങ്കിൽ പപ്പയുടെ ഹാൻഡ് ബാഗ് എടുത്തില്ല. പപ്പ ആ ചേട്ടൻ്റെ ഹാൻഡ് ബാഗ് എടുത്തിട്ട് വന്നു. കുഴപ്പമൊന്നുമില്ല, ഒരു 1.5 മണിക്കൂർ ഡിലേ. ആ ലഗേജ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നപ്പോൾ ഡാണേ ജീപ്പ് വേണ്ടേ? അപ്പക്ക് റൂം വന്നേ, റൂം വന്നേ അപ്പക്ക് എടാ. ബ്ലൂ ജീപ്പാണ് വെച്ചേക്കണ്. ബ്ലൂ ജീപ്പ് കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ വലിച്ചേക്കണ നാട്ടിൽ നിന്ന്. ഓക്കെ ഗായ്സ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ കൂടെ പപ്പയും അമ്മ ഉണ്ടെന്ന്? കുറെ കമന്റ് ഉണ്ടായിരുന്നേ, ചേട്ടാ ഇനി പിള്ളേരെ ഒറ്റയ്ക്ക് വൈഫ് പോയി കൊണ്ടുവരുമ്പോ അപ്പൂപ്പനെ അമ്മയ്ക്ക് വിഷമാവില്ലെന്ന്. അങ്ങനെ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ കമന്റ് ഇട്ട് മാറ്റി പറയും. ഇനി അവരെന്താ പറയാൻ പോണെന്ന് അറിയാമോ? ഓ വൈഫിന്റെ അപ്പനെ അമ്മേനെ കൊണ്ടുവന്നില്ലേ, സ്വന്തം അപ്പനമ്മനെ കൊണ്ടുവന്നില്ല പറയുന്നത്. എന്റെ അപ്പനമ്മയ്ക്ക് വരും, സമയമുണ്ട് ഇഷ്ടം പോലെ. ആദ്യം മക്കളോട് എത്താന്നുണ്ടെങ്കിൽ അപ്പാപ്പന അമ്മമ്മ വേണം, അല്ലാണ്ട് രക്ഷയില്ല. മറന്നു വെച്ച ഹാൻഡ് ബാഗ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പാപ്പന അമ്മാമ്മയും അതിന്റെ കൂടെ കാര്യം അന്വേഷിച്ച് ഏതപ്പനും പോയിട്ടുണ്ട്. ഡോണുവിനെ ഞാൻ അപ്പഴും കഴിക്കലാക്കി. ഉറക്കം എൻ്റെ പൊന്നിന്. അച്ഛൻ്റെ കൂടെ ഉറങ്ങോ? പപ്പയുടെ കൂടെ ഉറങ്ങോ? അമ്മാമ്മയുടെ കൂടെ ഉറങ്ങോ? എന്നാ ആരെ കൂടെ ഉറങ്ങാ? ഗൈസ് എൻ്റെ കൂടെ ഉറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ എത്തുമ്പോൾ കാല് മാറുമെന്ന് അറിയില്ല. എന്തായാലും നമുക്കിന്ന് പിന്നെ എൻ്റെ കൂടെ ഉറക്കാം. പിടിച്ച് വന്നേ പപ്പ ഇത് കൊടുക്കട്ടെ, താടി കൊടുക്കട്ടെ. ഡണ്ണേ വിമാനം എങ്ങനെ ഉണ്ടായിരുന്നു? വിമാനം കണ്ട? ബിഗാണോ? ബിഗാണോ? ഇഷ്ടപ്പെട്ടാ? ചേട്ടന് ഇഷ്ടപ്പെട്ടാ? ആ വിമാനം ഇഷ്ടായില്ല. ജീപ്പാ രണ്ടെണ്ണക്ക് ജീപ്പ് വേണം. പോയി ട്രെയിനാ ഫ്ലൈറ്റില് ബാഗ് മറന്നു വെച്ചു. 24 hours തന്നെ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത്ര സമയം വൈകിയാൽ ഈ പെട്ടെന്ന് ഇവിടുന്ന് പോയായിരുന്നു. ഇതൊരു പാടായിരിക്കട്ടെ പപ്പയ്ക്ക് അമ്മയ്ക്ക്. നീ മേലെ ഇതാവർത്തിക്കും ഈ പറഞ്ഞല്ലേ ഗൈസ്. അപ്പൊ ഈ 2 മുത്തുമണികൾ വരാൻ വേണ്ടി ഞാൻ വെയിറ്റത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ താടി മീശ ഞാൻ പഠിക്കും. മനസ്സിലായി? അവിടെ കിടന്ന് കാണാൻ പോണാമെന്നും പറയേണ്ട കാര്യമില്ല. പഠിക്കും എന്ന് പറഞ്ഞാൽ പഠിച്ചിരിക്കും. മനസ്സിലായി? ഇതിനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. അല്ലടാ ഏതപ്പാ എല്ലാ ഡോണപ്പച്ചേ ഏതപ്പാ ഡോണപ്പാ താടി മീശ പോയ കുഴപ്പമുണ്ടാ? അപ്പൊ പഠിക്കട്ടെ താടി മീശ പഠിക്കട്ടെ. ഇവിടെ പഠിക്കണം എന്ന് പറഞ്ഞു. ആൾക്കാർ സമ്മതിക്കില്ല താടി മീശ പഠിക്കണ്ട്. അപ്പടെ താടി നോക്കിയേ പഠിക്കട്ടെ പാപ്പ. മൊത്തം കളയട്ടെ. എന്നെ കൊച്ചു കളയണ്ടെന്ന് പറയുന്നത് കേട്ടാ. ചെക്കൻ കളയണ്ടെന്ന് പറഞ്ഞ സീനാണ്. കളയട്ടെ പാപ്പ താടി മീശ കളയട്ടെ. വേണ്ട 2 പേര് വേണ്ടാന്ന് പറയണത്. അപ്പൊ എന്താ ചെയ്യാ? സീനാണ്. പിള്ളേര് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് തെറ്റൊന്നും നോക്കാൻ പറ്റില്ല. അത് വേറെ കാര്യം. കളയണോ? നമുക്ക് നേരെ വെളുത്തി ഒന്ന് ഇരുന്ന് ആലോചിച്ചോട്ടെ. അപ്പൊ അമ്മയ്ക്ക് കൂടി സർപ്രൈസ് കൊടുക്കും. അച്ഛമ്മ നോക്കിയിരിക്കുന്നുണ്ട് 2 പേര്. ബാ പോവാ. ഏതിപ്പാ പപ്പ പുതിയ ജീപ്പ് പഠിച്ചിട്ട് കണ്ട?
പപ്പയുടെ വൈറ്റ് ജീപ്പ് കൊടുത്തു. അപ്പൊ പപ്പ ബ്ലൂ ജീപ്പ് മേടിച്ചു. കാണിച്ചരാ വാ നടക്ക്. നടക്കോ? രണ്ടുപേര് പപ്പയുടെ ജീപ്പ് വെച്ചോണ്ടിരിക്കുക. ഞാൻ ജീപ്പ് മാറ്റി മേടിച്ചെന്ന് പറഞ്ഞു. ഞാൻ കൂട്ടാൻ്റെ ജീപ്പ് എടുത്ത് വന്നേക്കണം. എന്റെ ജീപ്പ് എടുത്തില്ലേ, ലഗേജ് കുറെ ഉള്ളതുകൊണ്ടേ അവന്റെ ജീപ്പ് എടുത്തേക്കണ്. ഇവരോട് ഞാൻ പറയാം ഞാൻ വേറെ ജീപ്പ് മേടിച്ചാവും. രണ്ടുപേർക്ക് ജീപ്പ് കാണും. ജീപ്പ് കാണിച്ചേരാ ബാ. ഏതിപ്പാ ഓടി വാ, ജീപ്പ് കാണിച്ചരാ വാ. വേമ്പാ ഓടിയോ. ജീപ്പ് ഇഷ്ടമായോന്ന് പറയണോ കേട്ടാ. കയറിക്കോ, ലിഫ്റ്റ് കയറിക്കോ. ഞാൻ നമ്മുടെ കൈ പിടിച്ച് കയറിക്കോ. വേഗം മോളുണ്ട് പപ്പയുടെ ജീപ്പ്. കേറി 24 hour കഴിഞ്ഞില്ലെങ്കിൽ ബാഗ് കിട്ടുള്ളൂ. അലിസ്റ്ററൊന്ന് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമില്ല. നടക്ക് ബാ, ജീപ്പ് കാണിച്ചേരാ ബാ. ജീപ്പ് കാണിച്ചേരാ ബാ. ഓടിയാ. ഇത് എന്താണ് സ്ഥലം എന്നൊക്കെ പഠിച്ചിട്ട് എല്ലാ സ്ഥലം ഞാൻ പോയി പാർട്ടിയാണ് ശരിയാക്കി. എന്റെ കാർഡുണ്ടോ? അമ്മ ഒന്ന് പിടിച്ച്. അപ്പ ലഗേജ് അപ്പേ ലഗേജ് കിടത്തിക്കല്ലേ ചേട്ടാ. വണ്ടീന്നൊക്കെ വന്നോടരുതോ? അത് ഞാൻ ജീപ്പ് പപ്പയുടെ പുതിയ ജീപ്പ് കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? വൈറ്റാ ഇഷ്ടം ഇതാ ഇഷ്ടം? ഇതല്ലേ ഇഷ്ടപ്പെട്ടത്? മേടിച്ചിട്ടോ? എങ്ങനെയുണ്ട്? ഏതപ്പന അത്ഭുതം. കൊണ്ട് കേറിപ്പോ. എങ്ങനെയുണ്ട്? കേറി വെള്ളം പിടിക്കാനുള്ളത് പണ്ട് കൊണ്ടങ്ങോട്ട് കേറിട്ടുണ്ട് കുട്ടൻ. ചെല്ല് കണ്ട കേറി. ഗൈസ്, കഴിഞ്ഞ വരവില് 300 ഫൈൻ അടിച്ചിട്ട് റോഡിലേക്കാണ്. ഇതിപ്പോ 40, ഇനി കുറച്ചായി 60 പിന്നെ 20 ആവും. ഇതിങ്ങനെ കറക്റ്റായിട്ട് ഓടിച്ചു പോകണ യഥാർത്ഥ ഡ്രൈവർ. ഇവിടെ എന്തിനാണ് ഇത്ര സ്പീഡ് ഇങ്ങനെ കൂട്ടി കുറിച്ച് മെച്ചക്കണത്? എനിക്ക് ഇതുവരെ മനസ്സിലായില്ല അല്ലേ. 1 മണിക്ക് ഇവിടെ നിന്ന് പോയിട്ട് സമയത്ത് 5:30 മണി എത്തുമ്പോ ഒരു ദിവസം അങ്ങോട്ട് പോയിക്കണേ. ഈ ചങ്ങായിക്ക് ഇനി കിടന്നുറങ്ങിയിട്ട് എത്ര മണിക്ക് വേണം? 6:30. പുള്ളിക്ക് 6:30 വേണം. എന്റെ ഞാൻ ക്യാൻസലാക്കി. എനിക്ക് 5:30 എനിക്ക് പോകേണ്ടതായിരുന്നു. ഇനി 5:30 പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വീടത്തില്ല. എന്റെ ഞാൻ ക്യാൻസലാക്കി. ഞാൻ ഉച്ചയ്ക്ക് പോകണല്ലോ. ഫുഡ് കഴിക്കാന്ന് പറഞ്ഞപ്പോ
പപ്പയ്ക്ക് വേണ്ടാന്ന് ഈ ചായ കുടിക്കാന്ന് വീട്ടിൽ പോയിട്ട് അതുകൊണ്ട് ഫുഡ് വേണ്ട വെച്ചു. അങ്ങനെ ഫ്ലൈറ്റ് കിട്ടി ഗൈസ്. ഡോൺ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട്. ഇത്രയോ ലഗേജ് ഇത് മൊത്തം മേലെ വരുന്നത്. അമ്മയാണെങ്കിൽ ഒന്നും അറിയാണ്ട് കിടന്ന് ഉറങ്ങുന്നു അവിടെ. സുഖം സുഖം കരിച്ച്. അതെ അത് കട്ടെടുക്കുക. അവന് നല്ല ഉറക്കാണ്. അവനക്ക് അറിയില്ല ഇവരോട് എത്തിക്കുന്നത് എന്താവും നോക്കാം. ഓടിപ്പോട്ടെ ലൈറ്റ് ഉണ്ടോ? ഇവിടെ ലൈറ്റ് ഇല്ലേ? നോക്കത്തില്ല. അങ്ങനെ ഇവളുടെ സർപ്രൈസ് കഴിഞ്ഞു. ഇനി പപ്പയ്ക്കും അമ്മയ്ക്കും ഇവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. അടുത്ത വീഡിയോ എന്ന് പറയാം. ഗണ്ണേ അച്ഛനെ കിടി അച്ഛനെ നോക്കല്ലേട്ടോ കൊണ്ട് അച്ഛനെ നോക്കല്ലേട്ടാ. സാധനം നോക്കാൻ വേണ്ടി പോണവൻ. എനിക്കറിയാം നീ ഓടിക്കാൻ പോണ എന്തായാലും ചേട്ടാ. ഇല്ലേട്ടാ നിനക്ക് പപ്പയുടെ കൂടെ കിടന്നാലും കേട്ടാ. ഇല്ല നമുക്കറിഞ്ഞു ഇനിയിപ്പോ തരുമ്പോഴും പപ്പയ്ക്കൊരു മോൾക്ക് പപ്പയ്ക്കൊരു മോൾക്ക് പപ്പയ്ക്കൊരു മോൾക്ക് നാളെ കൊടുക്കാന്ന് വിചാരിച്ച പക്ഷെ ചവിട്ടി തവിട് വിടുകയായിരുന്നു. കാര്യം പാവണ നന്ദിരാണ്. എന്നെ പപ്പയ്ക്ക് വണ്ടി പിടിച്ച് പോയത് ചവിട്ടി പിടിക്കാനായിരുന്നു. ഈശോ ഗൈസ് അത് വേറെ വിറ്റ 2 ദിവസമായിട്ട് ക്യാമറ കേടാന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് കാണാൻ പറ്റിയില്ല പിള്ളേരൊന്നും. ഇപ്പഴാ കാണുന്നത്. അതിന് വിഷമത്തിലായിരുന്നു.
ആ. നീ ടിക്കറ്റ് ബുക്ക് ചെയ്ത എനിക്കെല്ലാം മതി. ഞാൻ ഇന്നും കൂടി ആഴ്ചയിലെടുത്ത് വന്നു അടുത്ത ആഴ്ച അങ്ങനെ തിരിച്ചോ ഇനി പപ്പയ്ക്ക് ഉമ്മ കൊടുക്കാനല്ലേ? പപ്പയ്ക്ക് ഉമ്മ കിട്ടിയല്ലോ. പാപ്പ പഠിച്ചോ. അപ്പാപ്പനെ കേട്ടില്ലേ? അമ്മേനെ ആ. മാത്രം കേട്ടുള്ളൂ അല്ലേ ഇപ്പൊ അപ്പാപ്പനെ കേട്ടില്ല. പാപ്പം തരാനോ? സുന്ദരി അമ്മയും ഇങ്ങോട്ട് പോണ മുമ്പാവും. അപ്പൊ ആദ്യത്തെ എടുക്കണേ ആദ്യത്തെ കേൾക്കണേ കേൾക്കില്ലേ അത് മാത്രം കേൾക്കൂല നീ ഓർമ്മല്ലായിരുന്നേ ഉറപ്പൊക്കെ പോയി. ഇപ്പൊ ചേട്ടന് അമ്മായിട്ടോളല്ലോ വിളിച്ചു. പപ്പയുടെ ടോയ്സ് ഒക്കെ വേണം. പപ്പേനെ വേണ്ടാണ്. ഇതെന്താറിയോ റെയില് തൂക്കി റെയിൽ മാന്തി പൊട്ടി. രാവിലത്തെ ചോര അപ്പൊ ആദ്യം പൊട്ടിച്ചത് ഫ്രഷ്. ഇവനാ ദീപം ആദ്യം പൊട്ടിച്ച് ചോര കൊണ്ടാ. ഡോണു ഏറപ്പ പപ്പയുടെ കൈ പൊട്ടി പപ്പ എല്ലാം മേടിച്ചെണ്ണം എന്നിട്ട് ഇവിടെ തരും. പപ്പയുടെ കൈ കൂട്ടിയാണ്ടാ. സോറി പറ. ചോരയുടെ കളി. ഏതപ്പൻ ഏതപ്പൻ അല്ല അവൻ അങ്ങനെ ചെയ്യുള്ളൂ. അവനെ വീഴ്ച മതി തോന്നുന്നു. അവനോട് പറഞ്ഞു തന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല അതിപ്പോ എങ്ങനെയാണ് എന്റെ പാവം. താഴെ ഫിറ്റ് അപ്പഴേ ഓടിക്കാൻ പറ്റുള്ളൂ പാപ്പ കൊണ്ടിട്ട് പൊട്ടിച്ചേരാട്ടത്. ഫിറ്റ് ചെയ്യാൻ പറ്റല്ലേ അതായത് അവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. താഴെ നമ്മളെ ഫിറ്റ് ചെയ്യണം കേട്ടാ അമ്മ ഫിറ്റ് ചെയ്ത് തരാട്ടാ ഇപ്പൊ നമുക്ക് എടുത്ത് വെക്കാം എന്നാ ഹോളിൽ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് വേണ്ടേ ഇപ്പൊ തന്നെ ഫിറ്റ് ചെയ്യണോ ഇപ്പൊ അതിന്റെ ഏതാണ്ട് ലെവൽ ഏതാണ്ട് തീരുമാനം. ഇങ്ങോട്ട് കാട്ടിട്ട് പപ്പ ഇട്ടാട്ടോ പറ്റില്ല. അതവിടെ ചോട് അതിന്റെ ബാറ്ററി ഉണ്ടാവില്ല ആ പപ്പ വെച്ച ബാറ്ററി വെച്ചത് ഉള്ളൊക്കെ അത് തിരിക്കണം. ഇവിടെ അത് ചേർത്ത് വെച്ചപ്പോ രാവിലെ തിരിച്ചു കൊടുക്കാം. പപ്പയ്ക്ക് തുടച്ചെന്ന് ഇവിടെ എന്നിട്ട് ഒട്ടിച്ചെന്ന് പപ്പയ്ക്ക് ഒട്ടിച്ചെന്ന് ബാൻഡേഡ് ഒട്ടിച്ചു കൊടുക്കും പപ്പയ്ക്ക് ബാൻഡേജ് ഒട്ടിച്ചെന്ന് തുടച്ച് കൈ ഉടച്ചെന്ന് തുടച്ചത് രാവിലെ തന്നെ കിട്ടി ഗൈസ് ചോര. തുടക്കി 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 ആദ്യം തുടക്കി എന്നിട്ട് ഒട്ടിക്കോ ഡോണി കൂടെ തുടച്ചേടാ. ഞാനേ തുടച്ചെന്നാ പപ്പയ്ക്ക് ഏതപ്പോ തുടച്ചെന്നാടാ പപ്പയുടെ ചോര പപ്പയുടെ ചോറ് തുടച്ചോടാ തുടക്കില്ല അല്ലേ? ആ പപ്പയ്ക്ക് വേന എടുത്തിട്ട് പപ്പ കരയണ നോക്കി വേണ്ട കെട്ടിക്കാൻ ഡണ്ണേ ഒട്ടിച്ചോ ബാൻഡേജ് ഇവിടെ. പപ്പയ്ക്ക് ഒട്ടിച്ചോടുത്തേ ഡണ്ണ നോക്കിയോ കറക്റ്റ് നോക്കിയാ ഡണ്ണേ കറക്റ്റ് ചോര കറക്റ്റാണോ? ഓക്കെ ആണോടി? ചോരക്കളി ചോരക്കളി ഒരു അവസ്ഥയിൽ നന്ദിയില്ലാത്ത അതെടുത്തു കൊടുക്കാൻ ആ പപ്പ വെച്ചത്